പേര് ശ്യാം. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയാണ് സ്ഥലം. എനിക്കിപ്പോൾ 32 വയസ്സ് പ്രായമുണ്ട്. ഈ കഥ നടക്കുമ്പോൾ എനിക്ക് 25 വയസ്സായി. ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. അച്ഛൻ സ്വന്തമായി ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയുണ്ട്. പഠിത്തം കഴിഞ്ഞ് സ്വാഭാവികമായി ഞാൻ അച്ഛൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തു തുടങ്ങി. പതിയെ അച്ഛൻ കാര്യങ്ങളെല്ലാം എന്നെ ഏൽപ്പിച്ച് എന്നെക്കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ നമ്മുടെ കഥാനായികയെ പരിചയപ്പെടുത്താം. ദീപ എന്നാണ് പേര്. വയസ്സൊരു 40 ഉണ്ട്. ഒരു മകൾ മാത്രമേ ഉള്ളൂ ദീപയ്ക്ക്. വിധവയാണ്. ഞാൻ പരിചയപ്പെടുമ്പോൾ ഭർത്താവ് മരിച്ചിട്ട് 4 വർഷമായി. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. പക്ഷേ അങ്ങനെ നേരിട്ട് കണ്ട് പരിചയമൊന്നുമില്ല കേട്ടോ. ഇത്ര നാളായി ഒരു കളി പോലും കിട്ടാതെ നടക്കുന്ന പ്രായത്തിലാണ് ഞാൻ ദീപയെ പരിചയപ്പെടുന്നത്. ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് ഓഫീസ് അടച്ചിട്ട് എൻ്റെ ഫ്രണ്ട് വിമലിൻ്റെ അടുത്ത് പോകും. അവൻ സ്കൂൾ പിള്ളേർക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നുണ്ട്. അവിടെ വെച്ചാണ് ഞാൻ അവളെ ആദ്യമായി കാണുന്നത്. വൈകിട്ട് ട്യൂഷൻ കഴിഞ്ഞ് മകളെ വിളിക്കാൻ അവൾ എന്നും വരുമായിരുന്നു. പക്ഷെ ആദ്യമൊന്നും ഞാൻ അവളെ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നെ എപ്പോഴോ കണ്ടപ്പോൾ ഒന്ന് നോക്കിപ്പോയി. ആൾ നല്ല വെളുത്തതാണ്, കാണാൻ സുന്ദരിയാ. കണ്ടാൽ ഒരു 40 വയസ്സുണ്ട്. നൈറ്റി ഇട്ട് അതിന്മേൽ ഒരു ഷാളും മറച്ച്, അതാണ് അവളുടെ സ്ഥിരം വേഷം. നൈറ്റി ഇട്ട് നിൽക്കുമ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. അവളുടെ ശരീരത്തിലെ കറക്റ്റ് ഷേപ്പ് എടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് തടിയൊന്നുമില്ല, നീളവും ഇല്ല. പൊക്കിയെടുത്ത് എയറിൽ നിർത്താൻ തോന്നും. എനിക്ക് അവളെ കാണുമ്പോൾ ഒക്കെ നല്ല മൂടാകുമായിരുന്നു. പക്ഷേ ചാടി കയറി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവളെ പതുക്കെ വളച്ച് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അതാണ് അതിൻ്റെതായ രീതി എന്ന് എനിക്ക് തോന്നി. അങ്ങനെ അവളെ വളച്ചെടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഈ ആഗ്രഹം വിമലിനോട് പറഞ്ഞു. അവനാണെങ്കിൽ ഫുൾ സപ്പോർട്ടായിരുന്നു. അവൻ അവിടെ പഠിക്കാൻ വരുന്ന ഒരു കൊച്ചിൻ്റെ അമ്മയുമായി കളിയുണ്ടെന്ന് എനിക്ക് അപ്പോഴാണ് തോന്നിയത്. നീ ധൈര്യമായി നോക്കിക്കോ, കുറച്ച് സമയമെടുത്താണെങ്കിലും വളയ്ക്കാമായിരിക്കും എന്ന് പറഞ്ഞ് അവൻ എനിക്ക് കോൺഫിഡൻസ് തന്നു. പക്ഷേ എങ്ങനെ മുട്ടണം എന്ന് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. ഞാൻ സ്ഥിരം വൈകിട്ട് അവിടെ പോകാൻ തുടങ്ങി. അവളെ എന്നും കാണും. ഒരു ദിവസം ഞാൻ ഉള്ളിൽ അവൻ ഗ്ലാസ് എടുക്കുന്ന റൂമിൽ ഇരിക്കുകയായിരുന്നു. എന്നിട്ട് ഗ്ലാസ് വിടുന്ന ടൈമിൽ ഞാൻ വെളിയിൽ ഇറങ്ങി. അപ്പോൾ ഡോറിൻ്റെ നേരെ മുന്നിൽ അവൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കണ്ടതും ഒന്ന് ചിരിച്ചു. അവളും ചിരിച്ചു. എന്നിട്ട് ചോദിച്ചു, പിള്ളേരെ വിടാനായോ എന്ന്. ഇപ്പം തന്നെ വിടുവല്ലോ എന്ന് ഞാൻ മറുപടി കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒരു ചിരി ചിരിച്ചു. ഞാൻ അവിടുന്ന് പോയി. അവളുടെ ചിരിയുടെ കൂടെ അവളുടെ റോസ് നിറത്തിലുള്ള അഴകാർന്ന ചുണ്ട് കണ്ടപ്പോൾ തന്നെ അവളോട് എനിക്ക് കൂടുതൽ മോഹം തോന്നി. അതിനുശേഷം ഞങ്ങൾ കാണുമ്പോഴൊക്കെ പരസ്പരം ഒന്ന് ചിരിക്കൂ. ഒരു ദിവസം പോയപ്പം അവളെ ഒറ്റയ്ക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. സാധാരണ കൂടെ വേറെ കുറച്ച് പേരെ കാണുമായിരുന്നു. ഞാൻ ഓടിപ്പോയി സംസാരിച്ചു. ചേച്ചി, ഇന്ന് നേരത്തെ എത്തിയോ? വേറെ ആരെയും കാണുന്നില്ലല്ലോ. ദീപ പറഞ്ഞു, കുറച്ച് സാധനങ്ങൾ വാങ്ങി ആ വഴി ഇങ്ങ് പോന്നു. ഇനി മോളെ വിളിച്ചിട്ട് പോകാം എന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ഗ്ലാസ് കഴിയാൻ ടൈം എടുക്കുമെന്ന് തോന്നുന്നല്ലോ. ദീപ പറഞ്ഞു, മോൻ വീട്ടിലല്ലേ? വീട്ടുപേര് ഇവിടെ എഴുതുന്നില്ലല്ലോ. അല്ല, ചേച്ചിക്ക് എന്നെ അറിയാമായിരുന്നോ? ദീപ പറഞ്ഞു, പിന്നെ അറിയാതെ. നിന്റെ അച്ഛനാണ് വീട്ടിലെ അടുക്കള എൻ്റേത് പുതുക്കി പണിഞ്ഞു തന്നത്. മോൻ്റെ വീട്ടുകാർക്കെല്ലാം അതറിയാം. എനിക്കും അറിയാം, പക്ഷെ പരിചയമില്ല എന്നുള്ളൂ. ദീപ ചോദിച്ചു, അതെയോ? ഞങ്ങൾ അങ്ങനെ കുറച്ചു നേരം സംസാരിച്ചു നിന്നു. അത് കഴിഞ്ഞ് അവൾ മോളെയും കൂട്ടിപ്പോയി. അതിനുശേഷം ഞങ്ങൾ കാണുമ്പോഴൊക്കെ സംസാരിക്കാൻ തുടങ്ങി. നല്ല ഒരു സൗഹൃദം പതുക്കെ ഉണ്ടാക്കിയെടുത്തു ഞാൻ. ഒരു ദിവസം പോയപ്പോൾ അവളെ കണ്ടില്ല. അതിൻ്റെ അടുത്ത ദിവസവും കണ്ടില്ല. ഞാൻ അന്ന് അവളുടെ മോളോട് ചോദിച്ചപ്പോൾ പനിയാണെന്ന് പറഞ്ഞു. ഞാൻ മോളോട് വീട്ടിലേക്ക് കൊണ്ടുവിടാം എന്ന് പറഞ്ഞു. അപ്പം അവളുടെ വീടറിയാൻ പറ്റും എന്നെനിക്ക് തോന്നി. പിന്നെ കൂടെ അവളെ വിശേഷം അറിയാമെന്നല്ലോ. അങ്ങനെ
ഞാൻ മോളെ വീട്ടിൽ കൊണ്ടുവന്നു വിട്ടു. എന്നിട്ട് വെളിയിൽ നിന്ന് തന്നെ ഹോൺ അടിച്ചു. അവൾ അപ്പോൾ തന്നെ ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, മോൾ അവിടുന്ന് ഒറ്റയ്ക്ക് നടന്നു വരുന്നത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വിട്ടതാ കേട്ടോ. ചേച്ചിക്ക് പനിയാണെന്ന് പറഞ്ഞു. കുറവുണ്ടോ ഇപ്പോൾ? അയ്യോ, വലിയ ഉപകാരം കേട്ടോ. നേരം ഇരുട്ടതിന് മുമ്പേ ഇങ്ങ് എത്തിയല്ലോ. എനിക്ക് നല്ല പനിയായിരുന്നു. 2 ദിവസം ഫുള്ളും കിടപ്പായിരുന്നു ഞാൻ. ഞാൻ ചോദിച്ചു, 2 ദിവസമായി അവിടെ കാണാത്തത് കൊണ്ട് ഞാൻ മോളോട് ചോദിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് ചേച്ചിക്ക് വയ്യെങ്കിൽ നാളെ ഞാൻ കൊണ്ടുപോയി വിടാം. അയ്യോ, എന്തിനാ വെറുതെ? അവൾ ഇങ്ങ് നടന്നു വരുമല്ലോ. ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ എന്താ, ഇവിടെ വരുന്ന കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ദീപ എന്നാലും അത് വേണ്ട എന്ന് പറഞ്ഞ് ചിരിച്ചു. അവിടെ നിന്ന് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞു ഇറങ്ങി. അടുത്ത ദിവസം മോളെ കൊണ്ട് ഞാൻ അവളുടെ വീട്ടിലെത്തി. എന്നോട് അകത്തോട്ട് വരാൻ പറഞ്ഞു. ദീപ ചായ കൊണ്ട് വന്നു കൊടുത്തു. ഞാൻ സോഫയിലിരുന്നു. അവളുടെ ഹസ്സിൻ്റെ ഫോട്ടോ കണ്ട് അതിൽ നോക്കിയിരുന്നപ്പോഴാണ് അവൾ ചായയുമായിട്ട് വന്നത്. ദീപ, ചേട്ടനെ അറിയാമായിരുന്നോ? കണ്ടിട്ടുണ്ട്, പക്ഷെ അത്ര പരിചയമില്ല പുള്ളിയെ. അത് ശരിയാണ്. ഇപ്പം 4 വർഷമായി. മോളല്ലാതെ ഒരാൾ പോലും എൻ്റെ കാര്യം തിരക്കാനില്ല. നീയെങ്കിലും ഒന്ന് തിരക്കിയല്ലോ. അത് കേട്ട് അത് കണ്ടും ഞാനൊന്ന് ചിരിച്ചു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ എന്നും കണ്ട് സംസാരിക്കുന്നതല്ലേ, അതുകൊണ്ടാണ്. ചേച്ചിയെ 2 ദിവസം കാണാതായപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അതുകൊണ്ട് ഞാൻ ഇങ്ങ് അന്വേഷിച്ച് പോകുന്നേ ഉള്ളൂ. ദീപ പറഞ്ഞു, എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ താൻ ഇവിടെ വന്ന് എൻ്റെ കാര്യം അന്വേഷിച്ചതിന്. അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഞങ്ങളുടെ ആ ഒരു ബന്ധം നല്ല ക്ലോസ് ആയി തുടങ്ങി. വഴിയിൽ വെച്ച് കാണുമ്പോൾ സംസാരിക്കും. മിക്കവാറും വീട്ടിലേക്ക് കൊണ്ടുവന്നു വിടും. എപ്പോഴോ എന്തോ ആവശ്യത്തിന് അവൾ എൻ്റെ നമ്പർ വാങ്ങി. എന്തോ ഒരു ആവശ്യം വന്നപ്പോൾ എന്നെ വിളിച്ചു. ഞങ്ങൾ തമ്മിൽ അടുത്ത് തുടങ്ങി. അവൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ സഹായിക്കുമായിരുന്നു. കുറച്ച് നാൾ ഇതുപോലെ പോയി. ഞാനൊരു ദിവസം അവളെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു. അവളും കുറേ സംസാരിച്ചു. ഞാൻ ഇടയ്ക്ക് രാത്രി അവളെ ചുമ്മാ വിളിച്ച് സംസാരിച്ചു. അങ്ങനെ ഒരു ദിവസം വിളിച്ചപ്പോൾ അവൾ ഭർത്താവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. പേര് ശ്യാം. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയാണ് സ്ഥലം. എനിക്കിപ്പോൾ 32 വയസ്സ് പ്രായം.